വെൽക്കം. തായ്മനാണ്. നെർവസ് സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി ഈ വീഡിയോ സീരീസിലെ നമ്മുടെ 4ാമത്തെ വീഡിയോ ആണത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു നെർവ്, എന്താണ് നെർവ് ഫൈബർ, വ്യത്യസ്ത തരത്തിലുള്ള നെർവ്സ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നെർവസ് സിസ്റ്റത്തെ പറ്റി നമ്മൾ എന്ത് പഠിച്ചാലും വട്ടെവർ വി ലേൺ അബൌട്ട് നെർവസ് സിസ്റ്റം, അതിന്റെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ന്യൂറോൺ ആണ്. ന്യൂറോണിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ബ്രെയിൻ പറഞ്ഞാലും സ്പൈനൽ കോഡ് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഏത് ഭാഗത്തെ പറ്റി പറഞ്ഞാലും നമുക്ക് ന്യൂറോണിനെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ന്യൂറോണാണ്. ന്യൂറോണിലെ സെൽ ബോഡിയാണ് ആ സെല്ലിന്റെ എല്ലാ പണിയും ചെയ്യുക അല്ലെ. സെൽ ബോഡിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ ഇതിനകത്ത്. ഡെൻഡ്രൈറ്റ്സിന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്ന് നമ്മൾ പറഞ്ഞു. ആക്സോൺസ് ഇമ്പൾസസ് പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സെല്ലിലേക്കോ മറ്റൊരു ന്യൂറോണിലേക്കോ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇമ്പൾസസ് ഔട്ട്പുട്ട്, ഇത് ഇമ്പൾസസ് ഇൻപുട്ട് ആണ്. സോ ന്യൂറോണിന്റെ ഈ സെല്ലിലെ തീരുമാനങ്ങൾ, ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് സെൽ ബോഡിയാണ്. ഒരു സെൽ ബോഡി മാത്രമായിരിക്കില്ല തീരുമാനങ്ങൾ എടുക്കുക. ഒരുപാട് സെൽ ബോഡീസ് ഇങ്ങനെ കൂട്ടമായിട്ടായിരിക്കും ഇരിക്കുക. ഒരു ഭാഗത്ത് കുറെ പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്ന പല സെൽ ബോഡികൾ ഇങ്ങനെ ഒരുമിച്ചായിരിക്കും ഇരിക്കുക. പലയിടത്തും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും ഈ സെൽ ബോഡീസ് ഇങ്ങനെ കൂട്ടമായിട്ട് ചേർന്നായിട്ട് ഇരിക്കുക. സോ അതുകൊണ്ട് പല ഇമ്പൾസസിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാനും അതനുസരിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെ ന്യൂറോൺ സെൽ ബോഡീസ് എല്ലാം കൂട്ടമായിട്ട് ഒരു ഭാഗത്തിരുന്നാൽ അതിന് നമുക്ക് സെൽ ബോഡീസിന്റെ ഒരു കൂട്ടം, സെൽ ബോഡീസ് അഗ്രിഗേഷൻ ഓഫ് സെൽ ബോഡീസ് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ സെൽ ബോഡീസ് കൂട്ടത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്യാങ് എന്നാണ് പറയുക. ഗ്യാങ് ആയിട്ടിരിക്കുക. പശ വെച്ച് ഒറ്റിച്ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അവയെ ഗ്ലൂ എന്നാണ് വിളിക്കുക അല്ലെ. പശയ്ക്ക് ഗ്ലൂ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതിനെ നമ്മൾ വിളിക്കുക, ഈ രണ്ട് വാക്കുകൂടി ചേർത്താൽ മതി, ഗാംഗ്ലിയ എന്നാണ് വിളിക്കുക. ഗാംഗ്ലിയ മീൻസ് അഗ്രിഗേറ്റ്സ് ഓഫ് സെൽ ബോഡീസ്. സെൽ ബോഡീസ് ജോയിൻ ടുഗദർ, ഒരുമിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് പറയും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ സെൽ ബോഡീസ് കൂട്ടമായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന വാക്ക് ഉപയോഗിക്കുക. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പണ്ട് നമ്മൾ ഗാംഗ്ലിയ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ന്യൂക്ലിയൈ എന്നാണ്. ന്യൂക്ലിയൈ എങ്കിലും പഴയ ഒരു ഗാംഗ്ലിയ ഇപ്പോഴും ഫേമസ് ആണ്, ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിനകത്തുള്ള ഇതേപോലെ കൂട്ടമാണ്. ശരിക്കും വിളിക്കേണ്ടത് ബേസൽ ന്യൂക്ലിയൈ എന്നൊക്കെ വിളിക്കണം. പക്ഷേ ബേസൽ ഗാംഗ്ലിയ എന്നായിരുന്നു അതിന്റെ പേര്. ഇപ്പോഴും ആൾക്കാർ എല്ലാവരും ബേസൽ ഗാംഗ്ലിയ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബേസൽ ഗാംഗ്ലിയ തലച്ചോറിലാണ്, പക്ഷേ നമ്മൾ അവയെ ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ബാക്കിയെല്ലാം മിക്കവാറും എല്ലാം ഭാഗങ്ങളെയും നമ്മൾ ന്യൂക്ലിയൈ എന്ന് വിളിക്കും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ വി കോൾ ദം ആസ് ഗാംഗ്ലിയ. സോ ഇറ്റ് ഈസ് വാട്ട് അഗ്രിഗേറ്റ്സ് ഓഫ് സെൽ ബോഡീസിന്റെ ഒരു കൂട്ടം. ഇങ്ങനെയുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ ഗാംഗ്ലിയ അല്ലെങ്കിൽ ന്യൂക്ലിയൈ എന്ന് വിളിക്കും. പക്ഷേ ഈ കൂട്ടങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല ഇരിക്കുക. ഈ കൂട്ടങ്ങൾ ഇതേപോലെയുള്ള വേറെയും കുറെ കൂട്ടങ്ങൾ ഒരു ഭാഗത്തുണ്ടാകും. വേറെയും ധാരാളം ഇങ്ങനെ കൂട്ടങ്ങൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂക്ലിയയുടെ കൂട്ടങ്ങളെ നമ്മൾ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുക ഗ്രേ മാറ്റർ എന്നാണ്. ഗ്രേ മാറ്റർ. സോ സെൽ ബോഡിയുടെ കൂട്ടങ്ങൾ ഗാംഗ്ലിയ ആണ് അല്ലെങ്കിൽ ന്യൂക്ലിയ ആണ്. ഈ ന്യൂക്ലിയസ് എല്ലാം ഒരുമിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് ഗ്രേ മാറ്റർ എന്നാണ്. ഇപ്പൊ നമ്മൾ സ്പൈനൽ കോഡ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് സ്പൈനൽ കോഡ് വരയ്ക്കുക. ഈ ഭാഗം ഇവിടെയാണ് ഈ ന്യൂക്ലിയ എല്ലാം കൂടിയിരിക്കും. ഇത് ഇവിടെ ആക്സോൺ ഒക്കെ പോകുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇവിടെ ഒരു സെൽ ബോഡി ഇങ്ങോട്ടേക്ക് പോകുന്നു, സെൽ ബോഡി ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇവിടെ ഒരു സെൽ ബോഡി. സോ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രേ മാറ്റർ എന്ന് വിളിക്കുക. സോ സ്പൈനൽ കോഡിൽ ഗ്രേ മാറ്റർ ഉള്ളിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഗ്രേ മാറ്റർ ഇസ് ഇൻ ദ സെന്റർ. ഇത് ഗ്രേ മാറ്റർ അല്ല, ഇത് അകത്തുള്ള സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഒക്കെ പോകാനുള്ള സെൻട്രൽ കനാലാണ്. പക്ഷെ ബ്രെയിനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ സെൻട്രലായിട്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, ബ്രെയിനിൽ മിക്കവാറും പുറത്തായിരിക്കും. ഇപ്പൊ ഇത് ബ്രെയിൻ ആണെങ്കിൽ ഈ ഇതൊക്കെ പുറത്തായിരിക്കും ഇരിക്കും. ഇതിങ്ങനെ ഇവിടെ ആയിരിക്കും ഇരിക്കുക. അതിന്റെ ആക്സോൺസ് ഒക്കെ ഇങ്ങോട്ടും ഇങ്ങനെ പോവുമായിരിക്കും അല്ലെ. അപ്പൊ ബ്രെയിനിനെ സാധാരണ നടുവിൽ കൊണ്ടുപോയി വെക്കാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ ബ്രെയിനിൽ ഇങ്ങനെയുള്ളതും ദിസ് ഓൾസോ ഗ്രേ മാറ്റർ ആണ്. ഗ്രേ മാറ്റർ തന്നെയാണത്. പക്ഷെ നമ്മൾ ഈ ഗ്രേ മാറ്റർ എല്ലാം കൂടിയിരിക്കുന്ന ഭാഗത്തെ നമ്മൾ കോർട്ടക്സ് എന്നാണ് വിളിക്കുക. സോ സെറിബ്രൽ കോർട്ടക്സ് എന്ന് വിളിച്ചാൽ നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഗ്രേ മാറ്റർ ആണ്. ദർ ആർ ലോട്ട് ഓഫ് ന്യൂക്ലിയൈസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാവുന്ന മോട്ടോർ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, സെൻസറി കോർട്ടക്സ് ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള പല ഭാഗങ്ങളെല്ലാം ചേർന്നിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ കോർട്ടക്സ് എന്ന് വിളിക്കുക. സോ ദാറ്റ്സ് ഓൾസോ ഗ്രേ മാറ്റർ ഓഫ് ദ ബ്രെയിൻ. ഇത് പക്ഷേ സ്പൈനൽ കോഡിൽ ഗ്രേ മാറ്റർ നടുവിലാണ്. സോ ബ്രെയിനിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഇവിടെ നിന്നാണ് നമുക്കറിയാം. സോ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഈ സെൽ ബോഡിയുടെ കൂട്ടങ്ങളെ നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ ഗാംഗ്ലിയ ആണ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ ന്യൂക്ലിയ ആണ്. ഇതെല്ലാം കൂടി കൂട്ടായിട്ടിരിക്കുമ്പോൾ ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. അത് സ്പൈനൽ കോഡിലാണെങ്കിൽ നടുവിലാണ്, ബ്രെയിനിലാണെങ്കിൽ മിക്കവാറും ഇവിടെ പുറത്തുണ്ട്, ദെൻ ഇവിടെയും ഇതിനകത്തും എല്ലാം. ബിക്കോസ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. സോ ഇറ്റ് മേ ബി ഹിയർ ഓൾസോ, ഇവിടെയും ഉണ്ടാകാം. വൈറ്റ് മാറ്ററിന് ഇടയിലും ധാരാളം ന്യൂക്ലിയസുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ന്യൂക്ലിയസുകൾ അധികവും പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയായിരിക്കും. അതിനെ നമ്മൾ സെറിബ്രൽ കോർട്ടക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം, അപ്പോൾ ആക്സോൺസും ഇങ്ങനെ കൂട്ടമായിട്ടാണോ ഇരിക്കുന്നത് എന്നാണ് ചോദ്യം. സോ ആക്സോൺസ്
എല്ലാ ന്യൂറോണിനും ഓരോ ആക്സോൺസ് ഉണ്ട് അല്ലെ. ഇവിടെ ആക്സോൺസും ഓരോ ന്യൂറോണിനും ഉള്ളതാണ്. സോ ഇതിനെ നമ്മൾ നെർവ് ഫൈബർ എന്ന് വിളിക്കാറുണ്ട്. നെർവ് ഫൈബർ എന്ന് വിളിക്കും. ആക്സോൺസിനെ നെർവ് ഫൈബർ എന്ന് വിളിക്കാം. ഒറ്റ ഒരു നെർവിന്റെ ഫൈബർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഓൾസോ എ നെർവ് ഫൈബർ. ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഉദാഹരണം ഇപ്പൊ ഞാൻ സ്പൈനൽ കോഡ്, ഇത് ബ്രെയിൻ ആണെന്ന് വിചാരിക്കുക, ഇത് സ്പൈനൽ കോഡ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു നെർവ് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അല്ലെ. സോ ദിസ് എ നെർവ് ഫൈബർ ആണ്, അല്ലെങ്കിൽ നെർവ് ആണ്. ഈ ആക്സോൺസ് ഓർ നെർവ് ഫൈബർ ഒരുമിച്ചും കൂട്ടമായിട്ടാണ് പോവുക. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ദീസ് ആക്സോൺസും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല ഇതും പോവുക, ഇതും കൂട്ടമായിട്ടാണ് പോകുക എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത്. സോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ഇത് കൂട്ടമാണ്. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റം വെച്ചാൽ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്. സോ കുറച്ചും കൂടി വലുതായിട്ട് വരയ്ക്കാം. ഇത് ബ്രെയിൻ, ഇത് സ്പൈനൽ കോഡ് ആണെങ്കിൽ ഇവിടെയും ഇത് കൂട്ടമായിട്ടാണ് പോകുന്നത്, ഒറ്റയ്ക്കല്ല പോവുക, കൂട്ടമായിട്ടാണ് പോകുന്നത്. സോ ഇങ്ങനെ കൂട്ടമായിട്ട് ഒന്നിച്ച് ചേർന്ന് പോകുന്ന ആക്സോണിനെയാണ് നമ്മൾ സാധാരണ നെർവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ ഇത് ഒരു ന്യൂറോൺ ആണ്, ഇതൊരു ആക്സോൺ ആണെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ നെർവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കൂട്ടം, അതൊരു കൂട്ടമായിട്ട് ഒരു ഗ്യാങ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ നെർവ് എന്ന് വിളിക്കുക. ഓർ ഇവിടെയും നമ്മൾക്ക് നെർവ് ഫൈബർ എന്ന് പറയും, ബിക്കോസ് ഇതെല്ലാം ഫൈബേഴ്സ് ആണ്. അതുകൊണ്ട് സോ വെറുതെ ഒരു ആക്സോണിനെയും ചിലപ്പോൾ നെർവ് ഫൈബർ എന്ന് വിളിച്ചേക്കാം, അല്ലാതെ ഇതിനെയും നെർവ് ഫൈബർ എന്ന് വിളിക്കാം. ഇങ്ങനെ രണ്ടിനെയും നെർവ് ഫൈബർ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് പല ആൾക്കാർക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരിക. നെർവ് ഫൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവ് ആണോ ആക്സോൺ ആണോ, രണ്ടിനെയും വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ കൂട്ടമായിട്ട് പോകുമ്പോൾ അതിനെയാണ് നമ്മൾ നെർവ് എന്ന് വിളിക്കുന്നത് പറഞ്ഞു. ഇത് നമ്മൾ വിളിക്കുന്നത് ആക്ച്വലി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ് നമ്മൾ ഇതിനെ നെർവ് എന്ന് വിളിക്കുക. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും അല്ലാതെ പുറത്തുള്ള പെരിഫറൽ നെർവസ് സിസ്റ്റം. സോ ഇൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ ഇവയെ നെർവ് എന്ന് തന്നെയാണ് വിളിക്കുക. ഉദാഹരണം ക്രേനിയൽ നെർവ്സ്, ഇവിടുന്ന് പോകുന്ന ക്രേനിയൽ, സ്പൈനൽ നെർവ്സ്, ഇങ്ങനെ പോകുന്ന സ്പൈനൽ നെർവ്, ഓട്ടോണമിക് നെർവ്സ്, ക്രേനിയൽ നെർവ്സിലെ ചിലതും ഇവിടുന്ന് പോകുന്നതൊക്കെ ഓട്ടോണമിക് നെർവ്സിൽ വരും. സോ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ആക്സോണുകൾ കൂട്ടമായി കെട്ടുകളായിട്ടാണ് പോവുക. ഇനി ബ്രെയിനിലേക്ക് പോകുന്നതും ഇങ്ങനെ കൂട്ടമായിട്ടാണ് തന്നെയാണ് പോവുക. സോ ബ്രെയിനിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഭാഗം കൂട്ടമായിട്ട് പോകുമ്പോൾ ഈ ഭാഗം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വൈറ്റ് കളറിലാണ്. വൈറ്റ് കളറിൽ കാണാൻ കാരണം മയലിൻ ഷീത്ത് ഉള്ളതുകൊണ്ടാണ്. മയലിൻ ഷീത്ത് ഉള്ളതുകൊണ്ട് ഈ ഭാഗം നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കി കഴിയുമ്പോൾ ആ ഭാഗം വെളുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തെയാണ് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുക. സോ വൈറ്റ് മാറ്റർ ഈസ് നത്തിങ് ബട്ട് വാട്ട്, ഇറ്റ് ഈസ് ആക്സോൺ. ആക്സോൺസിന്റെ കൂട്ടമായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയുക. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഈ കൂട്ടം ആയിട്ട് പോകുന്നതിനെ ഇവിടെ കൂട്ടമായിട്ട് പോകുമ്പോൾ നെർവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കൂട്ടമായിട്ട് പോകുമ്പോൾ മിക്കപ്പോഴും നമ്മൾ നെർവ് എന്ന വാക്ക് നല്ല ഉപയോഗിക്കുക. വി യൂസ് ദ വേർഡ് ട്രാക്സ് എന്നായിരിക്കും. ഒരു ചെറിയ വ്യത്യാസം, ട്രാക്സ് എന്ന വാക്കാണ്, നെർവ് എന്ന വാക്കല്ല ഉപയോഗിക്കുക. നെർവ് ട്രാക്സ് എന്ന് വിളിക്കും. സോ ലാർജ് ഇൻഫർമേഷൻ ബണ്ടിൽസ് ഓഫ് ആക്സോൺസ്, ആക്സോൺസിന്റെ ബണ്ടിലാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് എല്ലാം കൂടി ചേർത്ത് ട്രാക്സ് എന്നാണ് പറയുന്നത്. ഇനി ട്രാക്സ് മാത്രമല്ല, മറ്റു വിവിധ പല പേരുകൾ കൂടി നമ്മൾ പറഞ്ഞേക്കാം. ഒന്ന് ഫെസിക്കുലസ് എന്ന് പറയും. ഫെസിക്കുലസ് എന്ന് പറഞ്ഞാലും സംഭവം ഇത് തന്നെയാണ്. ഇനി വേറൊരു വാക്കുവാണെങ്കിൽ പറയാം ലെംനിസ്കസ്, വളരെ തിന്നായിട്ടുള്ള പെൺകുട്ടികളൊക്കെ തലയിൽ റിബൺ, ആ റിബണിലേക്കാണ് ലെംനിസ്കസ് എന്ന് പറയാം. ഇനി ബ്രെയിൻ്റെ അകത്ത്, ഇത് ബ്രെയിൻ ആണെങ്കിൽ ബ്രെയിനൊരു ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഉണ്ടെങ്കിൽ ഇതിന് തമ്മിൽ ബന്ധിക്കുന്ന വലുതുണ്ട്, വലിയ ആക്സോണൽ ട്രാക്സിനെ നമ്മൾ വിളിക്കുക കോർപ്പസ് കലോസം എന്നാണ്. എന്താണ് കോർപ്പസ് കലോസം? ഇറ്റ്സ് സെയിം ആക്സോൺസ് ആണ്, ആക്സോൺസ് ഓർ ട്രാക്ട് ആയിട്ട് പോകുന്നതാണ്. സോ വൈറ്റ് മാറ്റർ ട്രാക്സ്. സോ അടിസ്ഥാനപരമായിട്ട് പക്ഷെ ഇതെല്ലാം ആക്സോൺ ആണ്. നേരത്തെ പറഞ്ഞതെല്ലാം നമ്മൾ അടിസ്ഥാനപരമായിട്ട് എല്ലാം ദി സെൽ ബോഡി ആയിരുന്നു. സോ ആക്സോൺസ് ആർ ഇൻഫർമേഷൻ ഓർ ഇമ്പൾസസ് ഹൈവേസ്. സോ ബ്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് പോകണം, ബ്രെയിനിൽ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഈ പോകുന്ന ഇൻഫർമേഷൻ ഹൈവേസ് കെട്ടുകളായിട്ട് പോകുമ്പോൾ പുറത്താണെങ്കിൽ നമ്മൾ അവയെ നെർവ് എന്ന് വിളിക്കും, അകത്താണെങ്കിൽ മിക്കവാറും ട്രാക്റ്റുകൾ എന്നാരും വിളിക്കുക, അല്ലെങ്കിൽ അവയെ പലപ്പോഴും ഫെസിക്കുലസ്, ലെംനിസ്കസ്, പിന്നെയും ധാരാളം വാക്കുകൾ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സോണുകളുടെ കൂട്ടമാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ പലതരത്തിലുള്ള മെസ്സേജുമായിട്ട് പോകുന്ന പലതരത്തിലുള്ള ആക്സോണുകളുടെ കൂട്ടമായിരിക്കും. ഓക്കെ, അതാണല്ലോ നെർവ്. സോ ഇങ്ങനെയുള്ള പലതും ചേർന്ന് പോകുമ്പോഴത്തേക്കും ആദ്യം ഒരു ആക്സോൺ പോവുക എന്ന് വിചാരിക്കുക. ആക്സോൺ ഇതൊരു ആക്സോൺ ആണ്, ഇതിങ്ങനെ പോവുകയാണ്. ഇതിന് ചുറ്റും ഒരു കവറിങ് ഉണ്ടാവും. ഈ കവറിങ്ങിനെ നമ്മൾ എൻഡോന്യൂറിയം എന്നാണ് പറയുക. സോ ഒരു ആക്സോൺ, അതിന് ചുറ്റുമുള്ള ഒരു കവറിങ്ങിനാണ് നമ്മൾ എൻഡോന്യൂറിയം. സോ ഇങ്ങനെയുള്ള പലത് വീണ്ടും ഇങ്ങനെ കെട്ടായിട്ട് പോയിട്ട് വീണ്ടും അതിന് ചുറ്റും ഒരു കവറിങ് ഉണ്ടെങ്കിൽ ഈ പോകുന്ന ഇതിനെ നമ്മൾ ഫെസിക്കുലസ് എന്ന് വിളിക്കും. ആൻഡ് അതിന്റെ പുറത്തുള്ള കവറിങ്ങിനെ നമ്മൾ പെരിന്യൂറിയം എന്നാണ് വിളിക്കും. സോ ആക്സോൺ, എൻഡോന്യൂറിയം, പല ആക്സോൺസ് ചേരുമ്പോഴത്തേക്കും ഫെസിക്കുലസ് ആയി, ദെൻ അതിന്റെ പുറത്തുള്ള കവറിങ്ങിനെ പെരിന്യൂറിയം എന്ന് പറയും. ആൻഡ് വീണ്ടും ഈ ഫെസിക്കുലസ് വീണ്ടും ഇങ്ങനെ പോവുകയാണ്. അവ പലതും ചേർന്ന് ഇത് പലതരം ഫെസിക്കുലസ് ആണ്. ഇതൊരു ഫെസിക്കുലസ്, ഇതൊരു ഫെസിക്കുലസ്, ഇതൊരു ഫെസിക്കുലസ്. സോ അതെല്ലാം കൂടി ചേർന്ന് ഒരു കട്ടായിട്ട് പോകുമ്പോഴത്തേക്കും അതിന്റെ മുകളിലുള്ള കവറിങ്ങിനെ നമ്മൾ എപ്പിന്യൂറിയം എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് നൗ ബിക്കം എ നെർവ്. സോ ഇതൊരു ആക്സോൺ
ആണ്, ഇതൊരു നെർവാണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ നമ്മൾ ഇതിനെയും ചിലപ്പോൾ നെർവ് ഫൈബർ എന്ന് വിളിച്ചേക്കാം, ഇതിനെയും നെർവ് ഫൈബർ എന്ന് വിളിച്ചേക്കാം. ഇതെല്ലാം ലോക്കലായിട്ട് വിളിക്കുന്ന പേരാണ്. ശരിക്കും ദിസ് ഈസ് ഓൺലി ആൻ ആക്സോൺ ആൻഡ് ദിസ് ഈസ് ദ നെർവ്. ഇതാണ് നെർവ് എന്ന് പറയും. സോ ഇപ്പോൾ ഒരു വലിയ ബണ്ടിലാണ്, ബണ്ടിൽ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ്, ഇത് ചിലപ്പോൾ വേദന കൊണ്ടുപോകുന്നതായിരിക്കാം, പെയിൻ, ഇത് ടെമ്പറേച്ചർ കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് വേറെ എന്തെങ്കിലും സെൻസേഷൻ ആയിരിക്കും കൊണ്ടുപോകുന്നത്. സോ എല്ലാം കൂടി ചേർത്തിട്ട് മിക്കവാറും ഒരു കെട്ടായിട്ടായിരിക്കും പോവുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സോൺ ആയിട്ടായിരിക്കും പോവുക. ബ്രെയിനിലേക്ക് പോകുന്നതും ചിലപ്പോൾ ബ്രെയിനിൽ നിന്ന് തിരിച്ചു വരുന്നതും എല്ലാം ഇങ്ങനെയായിരിക്കും. ഇനി നമുക്ക് വേഗം ക്ലാസിഫൈ ചെയ്യാം. ഈ നെർവുകളെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബൈ ദർ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, സ്ട്രക്ചർ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നപ്പോൾ നെർവിന്റെ പുറത്ത് ഓരോ ന്യൂറോണിന്റെ പുറത്തും അത് മൈലിനേറ്റഡ് ആണോ അൺമൈലിനേറ്റഡ് ആണോ അതനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ ആ നെർവിനെ കൂട്ടത്തിനെ നമുക്ക് വിളിക്കാം മൈലിനേറ്റഡ് നെർവ്സ് എന്ന് വിളിക്കാം, അൺമൈലിനേറ്റഡ് നെർവ്സ് എന്ന് വിളിക്കും. സോ അങ്ങനെയുള്ള ഒരു കൂട്ടമായിട്ടായിരിക്കും പോവുക. രണ്ടാമത്തത് എങ്ങോട്ടാണ് പോകുന്നത്, ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ അത് വെച്ചിട്ട്. ഇപ്പൊ സ്കെലിറ്റൽ മസിലിലേക്കാണ് പോകുന്നതെങ്കിൽ ആ നെർവിനെ നമ്മൾ വിളിക്കുക സൊമാറ്റിക് നെർവ് എന്നാണ് വിളിക്കുക. സോ സൊമാറ്റിക് നെർവ്സ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ദേ ആർ ഗോയിങ് ടു സ്കെലിറ്റൽ മസിൽ. ഇനി ഇന്റേണൽ ഓർഗൻസിലേക്കാണ് പോകുന്നെങ്കിലോ, ഇന്റേണൽ ഓർഗൻസിലേക്ക് അല്ലെങ്കിൽ വിസറൽ ഓർഗൻസിലേക്കാണെങ്കിൽ മിക്കവാറും ദേ വിൽ ബി ഓട്ടോണോമിക് ആയിരിക്കും. ഓട്ടോണോമിക് നെർവ്സ് എന്നായിരിക്കും അവയെ വിളിക്കുക. ഈ സൊമാറ്റിക്കില് ഒരു വ്യത്യാസമുള്ളത്, സൊമാറ്റിക്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, സ്പൈനൽ കോഡ് നിന്ന് തുടങ്ങുന്നു, ഇത് സ്പൈനൽ കോഡ് ആണെങ്കിൽ തുടങ്ങുന്നു, സ്കെലിറ്റൽ മസിൽ അവസാനിക്കുന്നു, ഒറ്റ ഒരു നെർവ് ഉള്ളൂ. ഓട്ടോണമിക് ആണെങ്കിൽ അങ്ങനെയല്ല, ഇത് സ്പൈനൽ കോഡ് ആണെങ്കിൽ ഇവിടെ തുടങ്ങുന്നു, ഇവിടെ അവസാനിക്കുന്നു, ഒരു ഗാംഗ്ലിയ ഉണ്ടാകും, പിന്നെ തുടങ്ങുന്നു. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ദർ ഇസ് എ പ്രീ ഗാംഗ്ലിയോണിക് നെർവ് ഉണ്ട്, ദർ ഇസ് എ പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ്. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അത് വേറെ വ്യത്യാസമാണ്. എങ്കിലും ഏത് ഓർഗനിലേക്കാണ് പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഇറ്റ് ക്യാൻ ബി സൊമാറ്റിക്, ഇറ്റ് ക്യാൻ ബി ഓട്ടോണോമിക് ആയി. മൂന്നാമത്തത് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്, ഫ്രം വേർ ഇറ്റ് കംസ് ഫ്രം, അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ബ്രെയിനിൽ നിന്നാണോ, ബ്രെയിനിൽ നിന്നാണെങ്കിൽ നമ്മൾ അവയെ ക്രേനിയൽ നെർവ്സ് എന്നാണ് വിളിക്കുക. ക്രേനിയൽ നെർവ് എത്ര ഉണ്ട്, 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. സ്പൈനൽ കോഡിൽ നിന്നാണെങ്കിൽ അവയെ നമ്മൾ സ്പൈനൽ നെർവ്സ് എന്നാണ് വിളിക്കുക. സ്പൈനൽ നെർവ്സ് ഏകദേശം 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ഉണ്ട്. സോ ഇത് ക്ലാസിഫൈ ചെയ്ത ഒറിജിൻ വെച്ചിട്ടാണ്. നാലാമത്തത് അവയുടെ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. വാട്ട് ഫംഗ്ഷൻ ദേ ഡു, എന്ത് കാര്യങ്ങളാണ് അവ ചെയ്യുക. അപ്പോൾ ഒന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് സെൻസറി നെർവ്സ് ആണോ. സെൻസറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എന്റെ കൈയാണെങ്കിൽ കയ്യിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് വരുന്നു, പിന്നെ ബ്രെയിനിലേക്ക് പോകും, സം സെൻസേഷൻസ് ആർ കൊണ്ടുവരുന്നു, അത് നമ്മൾ സെൻസറി നെർവ്സ് എന്നാണ് പറയാ. ദെൻ രണ്ടാമത്തത് മോട്ടോർ നെർവ്സ് ഉണ്ട്. മോട്ടോർ നെർവ്സ് പറയുമ്പോൾ ബ്രെയിനിൽ നിന്നോ സ്പൈനൽ കോഡിൽ നിന്നോ പുറത്തേക്ക് പോവുകയാണ്. സോ ദാറ്റ് ഈസ് മോട്ടോർ നെർവ് ആണ്. സോ ഇമ്പൾസസ് ആർ ഗോയിങ് ഔട്ട്. ഇനി രണ്ടുണ്ട്, സെൻസറി മോട്ടോറും ഒരുമിച്ച് ചേർന്ന ഒരു ബണ്ടിലായിട്ട് ഒരു നെർവ് പോവുകയാണെങ്കിൽ വി കോൾ ദം അറ്റ് മിക്സഡ് നെർവ് എന്നാണ്. മിക്സഡ് നെർവ്, ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് മോട്ടോർ ആൻഡ് സെൻസറി കമ്പോണന്റ്. ഇനി അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇവിടെ എഴുതാം. അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഈ നെർവുകൾ വിടുക എന്നനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കോളിനർജിക് നെർവ് ഉണ്ട്. കോളിനർജിക് മീൻസ് ദേ റിലീസ് ആസറ്റൈൽ കൊളീൻ ആണ് റിലീസ് ചെയ്യുക. അഡ്രിനർജിക് നെർവ് എന്ന് പറയുന്ന നെർവ്സ് ഉണ്ട്, അവർ റിലീസ് ചെയ്യുന്നത് നോർ അഡ്രിനാലിനാണ് റിലീസ് ചെയ്യുന്നത്. ദെൻ ഡോപ്പാമിനർജിക് ഉണ്ട്. ഡോപ്പാമിനർജിക് നെർവ്സ് ഉണ്ട്, അത് ഡോപ്പമിൻ ആണ് റിലീസ് ചെയ്യുക. സിറോട്ടോണിനർജിക് ഉണ്ട്, അത് റിലീസ് ചെയ്യുന്നത് 5HT ആണ്. 5HT വേറെ പേരാണ് സിറോട്ടോണിൻ. സോ സിറോട്ടോണിനർജിക് ഉണ്ട്. ദെൻ ഗ്ലൂട്ടമേറ്റ് വിടുന്നത് ഗ്ലൂട്ടാമിനർജിക് ആണ്. ഗാബർജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാബർ റിലീസ് ചെയ്യുന്ന ന്യൂറോൺ. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്ന അനുസരിച്ചും നമുക്ക് നെർവുകളെ വിളിക്കാം. ഇനി മറ്റൊരു രീതിയുള്ളത് നെർവിന്റെ വണ്ണം നോക്കിയിട്ടാണ്. വലിയ വണ്ണമുള്ള നെർവാണോ അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ചെറിയ നെർവാണോ എന്ന് നോക്കിയിട്ടാണ്. സോ ഈ വണ്ണം അനുസരിച്ചാണ് എന്തുണ്ടാവുക, നെർവ് ഇമ്പൾസസ് പോകുന്ന സ്പീഡ്. വണ്ണം കൂടുന്തോറും സ്പീഡ് കൂടുതലായിരിക്കും. വണ്ണം കുറവാകുമ്പോൾ അപ്പോൾ സ്പീഡ് കുറവായിരിക്കും, സ്പീഡ് ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ കുറവായിരിക്കും. ഈ വണ്ണം കൂടാൻ കാരണം മിക്കവാറും മൈലിനേഷൻ മൂലമാണ്. മൈലിനേറ്റഡ് ആണെങ്കിൽ വണ്ണം ഉണ്ടാകും കൂടുതലായിരിക്കും. സോ ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ, ഫേമസ് ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ക്ലാസിഫിക്കേഷന്റെ പേര് എർലാംഗർ ഗാസർ ക്ലാസിഫിക്കേഷൻ. എർലാംഗർ ആൻഡ് ഗാസ്. ഇനി ഇത് വെച്ചിട്ട് തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്, ഞാനത് പറഞ്ഞേക്കാം. ലോയിഡ് എന്നാണ് അതിന് പറയാ. ലോയിഡ് ക്ലാസിഫിക്കേഷൻ പക്ഷേ ഓൺലി സെൻസറി മാത്രമാണ്. സെൻസറി ഏകദേശം ഇതേപോലെ തന്നെ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 വരെയുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷെ ഇത് നമ്മൾ അധികം പറയുന്നില്ല, ബിക്കോസ് ഓൺലി സെൻസറി. ഇത് പക്ഷേ സെൻസറി മോട്ടറും കൂടി കൺസിഡർ ചെയ്തിട്ട് ഉള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് വണ്ണം അനുസരിച്ച് എത്ര വേഗത്തിൽ പോകുന്നു എന്നനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 1 ഫൈബർ ഈസ് എ ആൽഫ ഫൈബർ ഉണ്ട്. അവയുടെ വണ്ണം ഏകദേശം 12 മുതൽ 24 മൈക്രോൺ വരെയാണ്. അവയുടെ സ്പീഡ് എന്ന് പറയുന്നത് 70 to 120
20 മീറ്റർ പെർ സെക്കൻഡ് ഇമ്പൾസസിന് സ്പീഡിൽ യാത്ര ചെയ്യാവുന്ന ഫൈബറുകൾ എ ആൽഫ. ഈ എ ആൽഫ ഫൈബറിനെ നമ്മൾ ആൽഫ മോട്ടോർ ന്യൂറോൺസ് എന്നാണ് വിളിക്കുക. ആൽഫ മോട്ടോർ ന്യൂറോൺസ് എന്ന് കഴിഞ്ഞാൽ വണ്ണമുള്ള ഏറ്റവും വലിയ നെർവുകളാണെന്ന് മനസ്സിലാക്കുക. സോ വേഗത്തിൽ ഇമ്പൾസ് കൊണ്ടുപോകും, കണ്ടക്ഷൻ വെലോസിറ്റി കൂടുതലാണ്. ഓക്കെ, സോ ഉദാഹരണം പറയുകയാണെങ്കിൽ മസിൽ സ്പിൻഡിൽ ഇത് ഇങ്ങനത്തെ നെർവ് ഫൈബർ ആണ്. ദെൻ ഗോൾജി ടെൻഡൻസ് അവിടെ നിന്ന് വരുന്നതും ഇത്രയും എ ആൽഫ ഫൈബേഴ്സ് ആയിരിക്കും. രണ്ടാമത്തത് എ ആൽഫ കഴിഞ്ഞു, പിന്നെ ആൽഫ കഴിഞ്ഞാൽ ബീറ്റ ആയിരിക്കും. എ ബീറ്റ ഫൈബേഴ്സ് ഉണ്ട്. അവയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മുതൽ 12 മൈക്രോൺസ് വരെ ഉള്ളൂ. സ്പീഡ് എന്ന് വെച്ചാൽ 30 മുതൽ 70 മീറ്റർ പെർ സെക്കൻഡ് വരെ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് എ ബീറ്റ ഫൈബേഴ്സ്. എ ബീറ്റ ഫൈബേഴ്സ് ഏറ്റവും പ്രധാനം കൊണ്ടുപോകുന്നത് ടച്ചാണ്. ടച്ചും വൈബ്രേഷനൊക്കെ എ ബീറ്റ ഫൈബേഴ്സ് വഴിയാണ് പോവുക. ഇനി മൂന്നാമത്തത് എ ഗാമയാണ്. എ ഗാമ എന്ന് പറയുമ്പോൾ 5 മുതൽ 6 വരെ മൈക്രോൺസ് ഉള്ളൂ. 15 മുതൽ 30 വരെ മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോകുന്നതാണ് എ ഗാമ ഫൈബർ. ഇനിയുള്ളത് എ ഡെൽറ്റ ഫൈബേഴ്സ് ആണ്. എ ഡെൽറ്റ ഫൈബേഴ്സ് ഒരു 2 മുതൽ 5 വരെ മൈക്രോൺസ് ആണ് വണ്ണമുള്ളത്. സ്പീഡ് എന്ന് പറയുന്നത് 12 to 15 ആണ്. 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് പോവുക. ഈ എ ഡെൽറ്റ ഫൈബേഴ്സ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുക ഫാസ്റ്റ് പെയിൻ, ടെമ്പറേച്ചർ, ദെൻ സം ടൈപ്പ് ഓഫ് ടച്ച്, പ്രഷർ, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുപോകുന്നത്. ടച്ച് പലതരത്തിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെയും ടച്ച് എഴുതിയത്. സോ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുപോകുന്നത് എ ഡെൽറ്റ ഫൈബർ ആണ്. നമ്മൾ പെയിൻ ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും എ ഡെൽറ്റ ഫൈബറിനെ കുറിച്ചിട്ടായിരിക്കും പഠിക്കും. ദെൻ അടുത്തത് എ കഴിഞ്ഞു, പിന്നെ ബി ആണ്. ബി 1 to 2 ഉള്ളൂ. 1 to 2 മൈക്രോൺസ് ആണ്. 2 to 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നതാണ്. ഇവിടം വരെ എല്ലാം മൈലിനേറ്റഡ് ആണ്. മൈലിനേറ്റഡ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ആണ്. എല്ലാം മൈലിനേറ്റഡ് ഫൈബേഴ്സ് ആണ്. ഇനി ഏറ്റവും ചെറുത് സി ഫൈബർ ആണ്. സി ഫൈബർ ഈസ് നോട്ട് മൈലിനേറ്റഡ്, ഇറ്റ് ഈസ് അൺമൈലിനേറ്റഡ് ടൈപ്പ് ഓഫ് ഫൈബർ ആണ്. അൺമൈലിനേറ്റഡ്. അതിന്റെ സൈസ് ലെസ് ദാൻ 1.5 മൈക്രോൺ, അതിൽ താഴെയുള്ളതാണ്. ആൻഡ് സ്പീഡ് എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡിലും താഴെ സ്പീഡ് ഉള്ളതാണ്. സോ നോൺ മൈലിനേറ്റഡ് ആണ്, സ്പീഡ് കുറഞ്ഞതാണ്. ഏറ്റവും ഫേമസ് അൺമൈലിനേറ്റഡ് ഓർ സി ഫൈബേഴ്സ് നമ്മൾ എപ്പോഴും പറയുന്നത് ഏറ്റവും സി ഫൈബർ പാത്വേ എന്നൊക്കെ പറയുന്നത് നമ്മൾ പെയിൻ പാത്വേയിലാണ്. പെയിനിൽ തന്നെ സ്ലോവർ പെയിൻ, അല്ലെങ്കിൽ മറ്റേത് നമ്മൾ ഫാസ്റ്റ് പെയിൻ എന്നാണ് പറഞ്ഞത്. ഇത് അങ്ങനത്തെ അല്ല. പുവർ ലോക്കലൈസ്ഡ്, എന്താ പറയാ, കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദന, കണ്ടിന്യൂസ് ഏക്കിംഗ് പെയിൻ. ഇപ്പൊ പല്ലുവേദനയൊക്കെ ആണെങ്കിൽ സ്ലോ ഏക്കിംഗ് പെയിൻ ആണ്. ഇതെല്ലാം പോകുന്നത് സി ഫൈബറിലൂടെയാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ലോയിഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഞാൻ അത് അധികം പറയും. സോ നമ്മളിവിടെ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് നെർവ് ഫൈബറിനെ കുറിച്ചിട്ടാണ്. നെർവ് ഫൈബറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആക്സോണിന്റെ കൂട്ടമാണെന്ന് പറയേണ്ടി വരും. ആക്സോണിന്റെ കൂട്ടം പറയാനായിട്ടാണ് നമ്മൾ അപ്പോൾ ഗ്രേ മാറ്ററിനെ പറ്റി പറഞ്ഞത്. സോ വാട്ട് വി ലേൺ ഫ്രം ദിസ് ഇസ് ഗ്രേ മാറ്റർ എന്താണെന്ന് പഠിച്ചു, വൈറ്റ് മാറ്റർ എന്താണെന്ന് പഠിച്ചു. സോ ഈ പറഞ്ഞതെല്ലാം വൈറ്റ് മാറ്ററിന്റെ ഭാഗങ്ങളാണ്. വൈറ്റ് മാറ്റർ ബ്രെയിനിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളവയെ ട്രാക്ട് എന്നായിരിക്കും വിളിക്കുക. വേറെയും പല പേരുകളുണ്ടെന്ന് പറഞ്ഞു. വൈറ്റ് മാറ്റർ പുറത്താണെങ്കിൽ അവയെ നെർവ് എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞു. ഇനി പുറത്തുള്ള സെൽ ബോഡി കൂട്ടത്തിനെ നമ്മൾ ഗാംഗ്ലിയ എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞു. ബ്രെയിനിലും സ്പൈനൽ കോഡിലുള്ള സെൽ ബോഡിയുടെ കൂട്ടങ്ങളെ നമ്മൾ വിളിക്കുക ന്യൂക്ലിയ എന്നാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. പിന്നെ കോർട്ടെക്സ്, ബ്രെയിനിലാണെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സ് എന്നൊക്കെ പറഞ്ഞായിരിക്കും വിളിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സംഭവം സിമ്പിൾ ആണെങ്കിലും പല പിള്ളേർക്കും ഇത് ഒരുപാട് ക്ലിയർ ആവുന്നില്ല, കൺഫ്യൂഷൻ. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും ടൈം എടുത്ത് പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.